പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഭക്തിസാന്ദ്രം തന്നെയല്ലേ ചക്കുളത്തുകാവ്? രജനി, ചക്കുളത്തുകാവിൽ അല്പസമയത്തിനകം തന്നെ പൊങ്കാലയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. രാധിക സുരേഷ് ഗോപിയും ഗോകുൽ സുരേഷും ചേർന്നാണ് പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. അതിന് മുന്നോടിയായുള്ള വിളിച്ചുചൊല്ലി പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള കിടാവിളക്കിൽ നിന്നുള്ള ഈ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്നതോടെ ആയിരിക്കും ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാവുക. അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ ചുറ്റളവിൽ 70 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല അടുപ്പുകൾ നിരന്നിട്ടുള്ളത്. ഈ പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പ്രോത്സാഹിപ്പിക്കുന്നതോടുകൂടി ഇത്തവണത്തെ പൊങ്കാല ആരംഭിക്കും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി സ്ത്രീ ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്രത്തിന്റെ പരിസരത്തും മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ അടുപ്പുകൾ നിരത്തിയിട്ടുള്ളത്. പൊങ്കാലയ്ക്ക് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി തുടക്കമാകും. പൊങ്കാലയുടെ നേദ്യം സ്വീകരിക്കുന്നതിനായി ദേവിയെ 51 ജീവിതങ്ങളിലായി 500 വേദ പണ്ഡിതന്മാരുടെ ആഭിമുഖ്യത്തിൽ ദേവിയെ 51 ജീവിതങ്ങളിലായി ഭക്തർ പൊങ്കാല അർപ്പിക്കുന്ന പൊങ്കാല ഇടുന്ന സ്ഥലങ്ങളിലെത്തി ദേവി പൊങ്കാല നിവേദ്യം സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. അതിനുശേഷം ദീപാരാധനയുണ്ടാകും. എന്തായാലും ഇപ്പോൾ തന്നെ ഈ വിളിച്ചുചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാധിക സുരേഷ് ഗോപി, ഗോകുൽ സുരേഷും ചേർന്ന് പൊങ്കാലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനുശേഷം ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഇപ്പോൾ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ഈ അഗ്നി പ്രോജ്വലിപ്പിക്കുന്ന ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള കിടാവിളക്കിൽ നിന്നുള്ള അഗ്നി പകരുന്നതോടുകൂടിയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാവുക. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആദ്യം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ വിളിച്ചുചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ക്ഷേത്ര ശ്രീകോവിലിന്റെ കിടാവിളക്കിൽ നിന്നുള്ള അഗ്നി നിലവിളക്കിലും ഒപ്പം തന്നെ ഈ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് പകരും. അതിനുശേഷം അവിടെ നിന്നുള്ള അഗ്നിയാണ് പണ്ടാര പൊങ്കാല അടുപ്പിൽ നിന്നുള്ള അഗ്നിയാണ് പൊങ്കാല അടുപ്പുകളിലേക്ക് നൽകുന്നത്. ക്ഷേത്ര പരിസരങ്ങളിലും ഒപ്പം തന്നെ പല ചെങ്ങന്നൂർ ജീവപുരം റൂട്ടുകളിലും ഒക്കെ നിരവധി പൊങ്കാല അടുപ്പുകൾ നിരന്നിട്ടുണ്ട്. നാടിന്റെ നാനാഭാഗങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള നിരവധി ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അഗ്നി പ്രോത്സാഹിപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. അതോടുകൂടി ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നു. അതിനുശേഷം 12 മണിയോടുകൂടി ഈ പൊങ്കാല നിവേദ്യമെല്ലാം തയ്യാറായതിനു ശേഷം ദേവി ഈ പൊങ്കാല നിവേദ്യം സ്വീകരിക്കും. അതിനുശേഷം ദീപാരാധനയോടുകൂടി രാവിലത്തെ ചടങ്ങുകൾ പൂർത്തിയാകും. തുടർന്ന് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെസ്റ്റ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു വർഷം ദേവിക്ക് ചാർത്തിയ ഉടയാടകളൊക്കെ ചേർത്ത് ഇവിടെ ഒരു കാർത്തിക സ്തംഭം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കാർത്തിക സ്തംഭം എന്ന് പറയുന്നത് ഒരു നാട്ടിലെ സകല പാപങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കാർത്തിക സ്തംഭം അഗ്നിക്കിരയാക്കുന്നതോടെ അതാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഈ കാർത്തിക സ്തംഭത്തിൽ അഗ്നി പകരുന്നതോടുകൂടി ആയിരിക്കും പൊങ്കാലയുടെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുകയാണ്. അതിനായി കിടാവിളക്കിൽ നിന്നുള്ള അഗ്നി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങുകൾ ഇവിടെ തുടങ്ങും. അതിനുശേഷം ഈ പൊങ്കാല അടുപ്പുകളിലേക്ക് കൂടി അഗ്നി പകരും. പ്രധാനമായും ദേവിക്ക് ഇവിടെ ഭക്തർ നിവേദിക്കുന്നത് ശർക്കര പായസം, ഉണക്കലരി പായസം, പാൽപ്പായസം തുടങ്ങി വിഭവങ്ങളൊക്കെയാണ് ഇവിടെ പൊങ്കാലയ്ക്കായി ഭക്തർ ഒരുക്കുന്നത്. 12:30യോടുകൂടി പൊങ്കാല നിവേദ്യം തയ്യാറാകും. അതിനുശേഷം ദേവിയെ 51 ജീവിതങ്ങളിലായി 500-ലധികം വേദ പണ്ഡിതന്റെ ആഭിമുഖ്യത്തിൽ ദേവിയെ ഈ ഭക്തർ പൊങ്കാല നേദിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഈ ജീവിതങ്ങളിലായി ദേവി എഴുന്നള്ളി ഭക്തരുടെ അടുത്തേക്ക് ചെന്ന് പൊങ്കാല നിവേദ്യം സ്വീകരിക്കും. അതിനുശേഷം ആ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇവിടെ ദീപാരാധന നടക്കുക. അതോടുകൂടി രാവിലത്തെ ചടങ്ങുകൾക്ക് സമാപനമാകും.
എന്തായാലും ഇപ്പോൾ ഈ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്.
മുല്ലപ്പൂ ചോടുവാ ശിവനുടെ പ്രിയ സഖിയേ ദേവേ ചക്കുളങ്കാവിലമ്മേ ചക്കുളങ്കാവിലേ മാണിക്കാമൊത്തേനെ ദർശനം തന്ന നാള് എനിക്കെന്റെ ജീവിതം അണിഞ്ഞു ചിലമ്പണിഞ്ഞാടിവാ മുല്ലപ്പൂ ചോടുവാ ശിവനുടെ പ്രിയ സഖിയേ ദേവേ ചക്കുളങ്കാവിലമ്മേ അമ്മേ ശരണം ദേവിയേ ശരണം ചക്കുളത്തിലാവിടമേ ശരണം അടിയങ്ങളെ കാത്തു രക്ഷിക്കണേ പൊന്നുദേവിയേ ശരണം ലോകമാതാവേ ശരണം ഇനി വരാറുണ്ട് ഇവിടെ വഴി